നമസ്കാരം. സഹകാരി റേസ് പ്ലസിലേക്ക് എൻ്റെ എല്ലാ പ്രിയ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു പുതിയ ക്ലാസ്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഹൈഡ്രോ പവർ പ്രോജക്റ്റുകൾ. ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രോജക്റ്റുകളുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സാണ് ഇന്ന്. നമുക്ക് ക്ലാസ്സിലോട്ട് പോവാം. അപ്പോൾ എല്ലാ പ്രിയ ഉദ്യോഗാർത്ഥികൾക്കും ഒരിക്കൽ കൂടി ഞാൻ ക്ലാസ്സിലോട്ട് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ക്ലാസ് തുടങ്ങാം. ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ്. ആദ്യം നിങ്ങൾക്ക് കുറച്ച് PQ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ക്ലാസ് എല്ലാം പഠിച്ചതിന് ശേഷം നമുക്ക് PQ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ക്ലിയർ അല്ലേ? നമുക്ക് പ്രധാനപ്പെട്ട ഹൈഡ്രോ പവർ പ്രോജക്റ്റുകളെ കുറിച്ച് പഠിക്കാം. നമുക്ക് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് ഏതിലൂടെയാണ്? ജലത്തിലൂടെയാണ് അല്ലേ? കേരളത്തിൽ ജലത്തിലൂടെയാണ് ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. 69% വൈദ്യുതിയും നമ്മുടെ വാട്ടറിലൂടെ തന്നെയാണ്. അപ്പോൾ 69% ഓഫ് ഇലക്ട്രിസിറ്റി ജനറേഷൻ ഇൻ കേരള ഈസ് ഫ്രം എവിടെ നിന്നാണ്? ഹൈഡ്രോ പവർ. ജലവൈദ്യുതിയിൽ നിന്ന് തന്നെയാണ് നമുക്ക് 69% വൈദ്യുതി ലഭിക്കുന്നത്. എങ്ങനെയാണ് നമുക്ക് ജലത്തിൽ നിന്ന് കറണ്ട് ഉണ്ടാക്കുന്നത്? ജലത്തിൽ നിന്ന് വൈദ്യുതി ഉണ്ടാക്കണമെങ്കിൽ നമുക്കാദ്യം എന്താണ്? ഒരു റിസർവോയർ വേണം അല്ലേ? അതായത് ജലം നമ്മൾ തങ്ങി നിർത്തണം. ഒരു ഡാം വേണം, ഒരു ജലസംഭരണി വേണം. ആ ഒരു ജലസംഭരണി അല്ലെങ്കിൽ റിസർവോയറിൽ നിന്നുള്ള ജലത്തിൽ ഒരു പെൻസ്റ്റോക്ക് പൈപ്പ് ഘടിപ്പിക്കണം അല്ലേ? ഒരു പെൻസ്റ്റോക്ക് പൈപ്പ് വഴി നമ്മൾ കറക്റ്റ് ഒരു പ്രഷറൊക്കെ കൊടുത്ത് ജനറേറ്ററൊക്കെ വച്ച് നമ്മൾ എന്ത് ചെയ്യണം? ടർബൈൻ കറക്കണം. ടർബൈൻ കറക്കി നമ്മൾ വൈദ്യുതി ഉണ്ടാക്കുന്നു. അങ്ങനെ ഉണ്ടാക്കുന്ന വൈദ്യുതി നമ്മൾ പല സബ്സ്റ്റേഷനിലോട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ഇങ്ങനെയാണല്ലോ ഒരു വൈദ്യുതി ഉണ്ടാക്കുന്നത് ജലത്തിൽ നിന്ന് അല്ലേ? അപ്പോൾ കേരളത്തിൽ 69% ജലത്തിലൂടെയാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. മറക്കേ ചെയ്യരുത്. അതിൽ നമുക്കറിയാം ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? നമ്മുടെ ഇടുക്കി തന്നെയാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള ജില്ല ഇടുക്കി തന്നെയാണ് ആണല്ലോ. അപ്പോൾ ഇടുക്കി വരണമെങ്കിൽ ആ ജലവൈദ്യുത പദ്ധതികൾ കൂടുതലും ഇരിക്കുന്നത് ഏത് നദിയിലായിരിക്കും? പെരിയാർ അല്ലെങ്കിൽ പെരിയാറിൻ്റെ പല പോഷക നദികളിലായിരിക്കും കേരളത്തിലെ കൂടുതലും ജലവൈദ്യുത പദ്ധതികൾ സ്ഥിതി ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ഏറ്റവും പ്രധാനപ്പെട്ട പള്ളിവാസൽ എടുത്താലും, കേരളത്തിലെ ആദ്യത്തെ പദ്ധതിയല്ലേ പള്ളിവാസൽ എടുത്താലും, ചെങ്കുളം എടുത്താലും, നേര്യമംഗലം എടുത്താലും, ലോവർ പെരിയാർ, ഇടുക്കി ഏറ്റവും വലിയ പദ്ധതിയാണ് ഇടുക്കി. ഇതെല്ലാം എടുത്താലും കൂടുതലും ഇരിക്കുന്നത് നമ്മുടെ പെരിയാർ നദിയിൽ തന്നെയാണ്. ഇനി ചോദ്യം, ഈ പറയുന്ന നമ്മുടെ ജലവൈദ്യുത പദ്ധതികൾ അല്ലെങ്കിൽ വൈദ്യുത പദ്ധതികൾ എന്തോ ആവട്ടെ, ഹൈഡ്രോ പവർ പ്രോജക്ട്സ് ആർ അണ്ടർ ദ കൺട്രോൾ ഓഫ് ഏത് മിനിസ്ട്രി, ഏത് വകുപ്പിൻ്റെ കീഴിലാണെന്ന് ചോദിച്ചാൽ മിനിസ്ട്രി ഫോർ ഇലക്ട്രിസിറ്റി ആൻഡ് അനർട്ട്. മിനിസ്ട്രി ഫോർ ഇലക്ട്രിസിറ്റി ആൻഡ് അനർട്ട്. വൈദ്യുത പദ്ധതികളെല്ലാം ഏത് വകുപ്പിൻ്റെ കീഴിലെന്ന് ചോദിച്ചാൽ മിനിസ്ട്രി ഫോർ ഇലക്ട്രിസിറ്റി ആൻഡ് അനർട്ടാണ്. മിനിസ്ട്രി ഫോർ ഇലക്ട്രിസിറ്റി ആൻഡ് അനർട്ടിൻ്റെ കീഴിലാണ് നമ്മുടെ വൈദ്യുത പദ്ധതികളെല്ലാം കിടക്കുന്നത്. എന്താണ് അനർട്ട്? വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് അനർട്ട്? ANERT അനർട്ട്. അനർട്ട് സ്റ്റാൻഡ്സ് ഫോർ ഏജൻസി ഫോർ ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി റിസർച്ച് ആൻഡ് ടെക്നോളജി. വൺസ് മോർ, ഒരിക്കൽ കൂടെ എൻ്റെ കൂടെ ഒപ്പം നിങ്ങൾ പറയണം. എന്താണ് അനർട്ട്? ഏജൻസി ഫോർ ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി റിസർച്ച് ആൻഡ് ടെക്നോളജിയാണ് അനർട്ട്. ഇത് വന്നിട്ട് എന്തിനാണ് വരുന്നത്? ഇതിൻ്റെ കീഴിലാണ് ദ ഏജൻസി വർക്കിംഗ് ഫോർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് റിന്യൂവബിൾ എനർജി സോഴ്സസ് ഇൻ കേരളയാണ്. കണ്ടോ? കേരളത്തിലെ റിന്യൂവബിൾ എനർജി സോഴ്സസിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഏജൻസിയാണ് അനർട്ട് എന്ന് പറയുന്നത്. 1986 നമ്മുടെ തിരുവനന്തപുരം ജില്ലാ ആസ്ഥാനമായാണ് അനർട്ട് വരുന്നത്. 1986 എൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഇരിക്കുന്നത് തിരുവനന്തപുരം തന്നെയാണ്. മാത്രമല്ല സോളാർ റിലേറ്റഡ് പ്രോജക്ട്സ് എല്ലാം നമ്മുടെ അനർട്ടിൻ്റെ കീഴിലാണ് വരുന്നത്. സോളാർ റിലേറ്റഡ് പ്രോജക്ട്സ് ക്യാൻ ബി ഇംപ്ലിമെൻറ്റഡ് വിത്ത് ഇതിൻ്റെ അസിസ്റ്റൻസ് ഓഫ് അനർട്ടാണ്. സോളാർ പ്രോജക്റ്റും എല്ലാം റിലേറ്റഡ് ആണ് അനർട്ടുമായിട്ട് ഓർക്കുക. ക്ലിയർ അല്ലേ? അനർട്ട് പ്രൊവൈഡ്സ്. എന്താണ് അനർട്ട്? അനർട്ട് എന്ന് നമ്മുടെ സർക്കാരിൻ്റെ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഒരു സ്ഥാപനം തന്നെയാണ് അനർട്ട് എന്ന് പറയുന്നത്. ഇസ് ദ ഏജൻസി. അനർട്ടിൻ്റെ കീഴിൽ എല്ലാം ഉണ്ട്. നമ്മൾ എന്താ ഒറ്റ ഇതിൽ പറഞ്ഞത്? വൈദ്യുത പദ്ധതികളെല്ലാം അനർട്ടിൻ്റെ കീഴിലെന്ന് പഠിച്ചു വെച്ചാൽ മതി. അതിൽ ഇലക്ട്രിസിറ്റി നമ്മുടെ വൈദ്യുത പദ്ധതികൾ വരും, കാറ്റാടി വിൻഡ് ഫാമുകൾ വരും. ഇതെല്ലാം നമ്മുടെ അനർട്ടിൻ്റെ കീഴിൽ തന്നെയാണ്. സോളാർ വരും, സോളാർ പ്രോജക്റ്റ്, അതുപോലെ തന്നെ വിൻഡ് ഫാം, ഇതെല്ലാം നമ്മുടെ അനർട്ടുമായിട്ട് ബന്ധമാണെന്ന് മാത്രം വിചാരിച്ചാൽ മതി. ഒറ്റയടിക്ക് നമ്മുടെ മനസ്സിൽ വരേണ്ട പോയിന്റ് വേറൊന്നുമല്ല. അതായത് ആ പേര് തന്നെയുണ്ട്, ഏജൻസി ഫോർ ന്യൂ ആൻഡ് റിന്യൂവബിൾ
എനർജി റിസർച്ച് ആൻഡ് ടെക്നോളജിയാണ്. അതിൻ്റെ കീഴിൽ വരുന്ന എല്ലാം നമ്മുടെ അനർട്ട് എന്ന മന്ത്രാലയത്തിൻ്റെ കീഴിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട മേജർ പ്രോഗ്രാംസ് ഓഫ് അനർട്ടിൻ്റെ കീഴിൽ വരുന്ന മേജർ പ്രോഗ്രാംസ്? സോളാർ ഫോട്ടോ വോൾട്ടിക് പ്രോഗ്രാംസ്. നമ്മൾ ആദ്യം പറഞ്ഞില്ലേ സോളാർ റിലേറ്റഡ് പ്രോജക്റ്റ് എല്ലാം അനർട്ടിൻ്റെ കീഴിൽ വരുമെന്ന്. അതായത് സോളാർ ഫോട്ടോ വോൾട്ടായിക് പ്രോഗ്രാംസ് വരും. അതുപോലെ തന്നെ സോളാർ തെർമൽ പ്രോഗ്രാംസ്, ട്രെയിനിങ് ആൻഡ് എക്സ്റ്റൻഷൻ, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ്, ഗ്രീൻ ഹൈഡ്രജൻ, അതുപോലെ തന്നെ നമ്മുടെ വിൻഡ് എനർജി, കാറ്റാടി ഫാമുകളൊക്കെ വരുന്ന വിൻഡ് എനർജി, ഇതെല്ലാം ഇംപ്രൂവ്ഡ് സ്റ്റോവ്സ്, അതായത് ഇംപ്രൂവ്ഡ് ചുൾഹാസ് സ്റ്റോവ്സ്, ഇതെല്ലാം നമ്മുടെ ഏതിൻ്റെ അകത്ത് വരും? നമ്മുടെ അനർട്ടിൻ്റെ കീഴിൽ വരുന്നുണ്ട്. ഇത് ഫസ്റ്റ് ആദ്യമായിട്ട് നമ്മുടെ ഈ വൈദ്യുത പദ്ധതികൾ പഠിക്കുന്നതിന് മുമ്പ് കേരളത്തിൽ ആദ്യത്തെ വൈദ്യുതി വകുപ്പ് മന്ത്രി ആരായിരുന്നു? വി ആർ കൃഷ്ണയ്യർ ആയിരുന്നു ആദ്യത്തെ വൈദ്യുതി വകുപ്പ് മന്ത്രി. ഇതിൽ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്, നമ്മുടെ ഈ വൈദ്യുത പദ്ധതികളെല്ലാം എന്തിൻ്റെ അധികാര പരിധിയിൽ വരുന്നതാണ്? KCBയുടെ അധികാര പരിധിയിൽ വരുന്നത് തന്നെയാണ് വൈദ്യുത പദ്ധതികളെല്ലാം. ഏത് വകുപ്പിൻ്റെ കീഴിലെന്ന് ചോദിക്കുമ്പോഴാണ് മിനിസ്ട്രി ഫോർ ഇലക്ട്രിസിറ്റി ആൻഡ് അനർട്ട് എന്ന് ഞാൻ ഏത് മന്ത്രാലയത്തിൻ്റെ കീഴിൽ എന്ന് ചോദിച്ചാലാണ് മിനിസ്ട്രി ഫോർ ഇലക്ട്രിസിറ്റി ആൻഡ് അനർട്ട് എന്നുള്ളത് പറയേണ്ടത്. എന്നാൽ ഇതെല്ലാം നമ്മുടെ KCB ആയിട്ട് കണക്റ്റഡ് ആണല്ലോ. എല്ലാം ഓപ്പറേറ്റഡ് അണ്ടർ ദ KCB തന്നെയാണ്, മറന്നേ പോവൽ. എന്താണ് KCB? കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് അല്ലേ? നമ്മുടെ KCB കേരളത്തിൽ എന്നാ വന്നേ? 1957 മാർച്ച് 31 KCB കേരളത്തിൽ വരുന്നു. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് 1957 സ്റ്റാർട്ടഡ് ഓൺ ദ ഇയർ 1957 മാർച്ച് 31. വാട്ട് ഈസ് ദ മോട്ടോ? എന്താണ് മോട്ടോ? KCBയുടെ ആപ്തവാക്യം എന്താണ്? KCB എന്തിനാണ് വന്നത്? കേരളത്തിന് ഊർജം തരാനാണ്. കേരളത്തിൻ്റെ ഊർജം, എനർജി ഓഫ് കേരള അല്ലേ? മോട്ടോ എനർജി ഓഫ് കേരള എന്നാണ്. കേരളത്തിൻ്റെ ഊർജമാണ്. ഇത് എവിടെയാണ് ഇരിക്കുന്നത്? തിരുവനന്തപുരം ജില്ല, പട്ടം, വൈദ്യുതി ഭവൻ അല്ലേ? തിരുവനന്തപുരം ജില്ലയിലെ പട്ടം എന്ന സ്ഥലത്തെ വൈദ്യുതി ഭവൻ. ഫസ്റ്റ് ചെയർമാൻ ആരാണ് KCBയുടെ? KP ശ്രീധരൻ നായരാണ് ഫസ്റ്റ് ചെയർമാൻ ഓഫ് KCB എന്ന് ചോദിച്ചാൽ KP ശ്രീധരൻ നായരാണ്. നിലവിൽ ആരാണ്? ഇപ്പോൾ പുതിയ ആളാണ് കയറിയത് KCBയുടെ ചെയർമാൻ. മിസ്റ്റർ മിർ മുഹമ്മദ് അലി IAS ആണ്. ആണ് ഇപ്പോഴത്തെ നിലവിലത്തെ KCB ചെയർമാൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ വൈദ്യുതി വകുപ്പ് മന്ത്രി ആരെന്ന് നമ്മൾ പറഞ്ഞു? K കൃഷ്ണൻകുട്ടിയാണ്. ഫസ്റ്റ് ഇലക്ട്രിസിറ്റി മിനിസ്റ്റർ ആരാണ്? ആദ്യത്തെ വൈദ്യുതി വകുപ്പ് മന്ത്രി നമ്മുടെ VR കൃഷ്ണയ്യറും നിലവിലത്തെ വൈദ്യുതി വകുപ്പ് മന്ത്രി നമ്മുടെ K കൃഷ്ണൻകുട്ടിയുമാണ്. ക്ലിയർ അല്ലേ? അതായത് നമ്മുടെ KCBയുടെ അധികാര പരിധിയിലാണെന്ന് പറഞ്ഞല്ലോ. ഈ KCBയുടെ അധികാര പരിധിയിൽ നമ്മുടെ KCB വൈദ്യുത പദ്ധതികളെ KCB എത്രയായിട്ടാണ് KCBയുടെ കീഴിൽ തരം തിരിച്ചിരിക്കുന്നത്? അതായത് നമ്മുടെ KCBയുടെ കീഴിൽ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റുകളെ എത്ര കാറ്റഗറി, എത്രയായിട്ടാണ് ക്ലാസിഫിക്കേഷൻ ചെയ്തിരിക്കുന്നത്? 3. ആ 3 ഏതൊക്കെയാണ്? ആദ്യം നമ്മൾ ലാർജ് സ്കെയിൽ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ വൻകിട പദ്ധതികൾ. അടുത്തത് സ്മോൾ സ്കെയിൽ ചെറുകിട പദ്ധതികൾ. പിന്നെ പ്രൈവറ്റ് സ്വകാര്യ പദ്ധതികൾ അല്ലേ? അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അതിന് മുമ്പ് നമ്മുടെ ഒരു KCBയെ പോലെ തന്നെ KSERC എന്നൊരു സ്ഥാപനമുണ്ട്. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷനാണ് KSERC. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി, മറക്കരുത്, KSERC എന്താണ്? കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷനാണ്. 2002 നിലവിൽ വന്ന ഈ കമ്മീഷൻ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ വെള്ളയമ്പലത്താണ് ഇരിക്കുന്നത്. വെള്ളയമ്പലം മറക്കുകയും ചെയ്യരുത്. അതുപോലെ തന്നെ നമ്മുടെ KCBയുടെ കുറച്ച് കാര്യങ്ങളാണ് ഈ പറയുന്നത് തന്നെ. ഫ്രീ ബില്ലിംഗ് സോഫ്റ്റ്വെയർ ഉണ്ട് നമ്മുടെ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ. ഒരുമ ചോദിച്ചിട്ടുള്ളതാണ്. 2006 വന്നതാണ് ഒരുമ. അതായത് ഫ്രീ ബില്ലിംഗ് സോഫ്റ്റ്വെയർ ആണ്, സൗജന്യ ബില്ലിംഗ് സോഫ്റ്റ്വെയർ ആണ് നമ്മുടെ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ. അതാണ് ഒരുമ. 2006 വന്നു. ക്ലിയർ അല്ലേ? ലാഭപ്രഭ പദ്ധതി 2013 വന്നൊരു പദ്ധതിയാണ് ലാഭപ്രഭ. അതായത് ഗാർഹിക ഉപഭോക്താക്കൾക്ക് ഒരു അവയർനെസ് കൊടുക്കാൻ വേണ്ടി വന്നൊരു പദ്ധതി തന്നെയാണ് ലാഭപ്രഭ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഊർജ്ജദൂത് സ്കീം എന്ന് പറയുന്നത്, ഇതും എന്താണ്? നമ്മുടെ റീസോൾവ് ഫ്രീക്വൻറ്റ് പവർ ഇൻറ്ററപ്ഷൻ. അതായത് നമ്മുടെ ഈ വൈദ്യുതിയിൽ ഉണ്ടാവുന്ന ഇൻറ്ററപ്ഷൻസ്, അതെല്ലാം ഇലക്ട്രിസിറ്റി പവർ ഇൻറ്ററപ്ഷൻസ്, അതിനാണ് ഊർജ്ജദൂത് സ്കീം. ക്ലിയർ അല്ലേ? പറഞ്ഞേ പോലെ ക്ലൗഡ് ടെലിഫോണി എന്ന് പറയുന്നത് എ സിസ്റ്റം ഫോർ
കൺസ്യൂമേഴ്സ് ടു ഓട്ടോമാറ്റിക്കലി രജിസ്റ്റർ ഇലക്ട്രിസിറ്റി റിലേറ്റഡ് കംപ്ലയിൻറ്റ്സ്. അതായത് കൺസ്യൂമേഴ്സിന് അതായത് എന്താണ് ഓട്ടോമാറ്റിക്കലായിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. എന്താണ് കംപ്ലയിൻറ്റ്, ഇലക്ട്രിസിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട റിലേറ്റഡ് കംപ്ലയിൻറ്റ്സ് ഒക്കെ ചെയ്യാൻ പറ്റുന്നതാണ് ക്ലൗഡ് ടെലിഫോണി എന്ന് പറയുന്ന പദ്ധതി എന്ന് പറയുന്നത്. ക്ലിയർലി ഇതെല്ലാം നമ്മുടെ KCBയുടെ കീഴിൽ വരുന്ന പദ്ധതിയാണ്. പിന്നെ ആദ്യമായിട്ട് സമ്പൂർണ്ണമായി വൈദ്യുതീകരിച്ച ജില്ല ഏതാണ്? ഫസ്റ്റ് ഡിസ്ട്രിക്ട് ഇൻ ഇന്ത്യ ടു ബി ഫുള്ളി ഇലക്ട്രിഫൈഡ് പാലക്കാടാണ്. പാലക്കാട് ജില്ലയാണ് സമ്പൂർണ്ണമായി വൈദ്യുതീകരിച്ച ആദ്യ ജില്ല എന്നറിയപ്പെടുന്നത്. 2010 ഫെബ്രുവരി 16 അത് പൂർത്തീകരിക്കുന്നത്. 2009 മുതലേ പാലക്കാട് വൈദ്യുതീകരണം ഘട്ടം ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. പക്ഷേ നമുക്ക് സമ്പൂർണ്ണമായി വൈദ്യുതീകരിച്ച ജില്ലയായിട്ട് വരുന്നത് 2010 ഫെബ്രുവരി 16 തന്നെയാണ്. സമ്പൂർണ്ണ വൈദ്യുതീകരിച്ച ജില്ല ആദ്യം പാലക്കാടാണ്. ഇപ്പോഴത്തെ നമ്മുടെ കേരളത്തിലെ ഇലക്ട്രിസിറ്റി ഓംബുഡ്സ്മാൻ ആരാണ്? നിലവിലത്തെ നമ്മുടെ ഇലക്ട്രിസിറ്റി ഓംബുഡ്സ്മാൻ ആണ് നമ്മുടെ ചന്ദ്രകുമാരൻ നായർ. ചന്ദ്രകുമാരൻ നായരാണ് ഇപ്പോഴത്തെ നമ്മുടെ നിലവിലത്തെ ഓംബുഡ്സ്മാൻ, ഇലക്ട്രിസിറ്റി ഓംബുഡ്സ്മാൻ ചെയർമാനാണ്. അതുപോലെ തന്നെ നമ്മുടെ ഒഫീഷ്യൽ ഹെഡ് ക്വാർട്ടേഴ്സ്, ഇലക്ട്രിസിറ്റി ഓംബുഡ്സ്മാൻ്റെ ഒഫീഷ്യൽ ആസ്ഥാനം, ഔദ്യോഗിക ആസ്ഥാനം ഇരിക്കുന്നത് കേരളത്തിൽ കൊച്ചിയിലാണ്. എറണാകുളത്താണ് ഓംബുഡ്സ്മാൻ്റെ ആസ്ഥാനം ഇരിക്കുന്നത്. ക്ലിയർ അല്ലേ? ഇനി നമ്മുടെ KCBയുടെ കീഴിൽ മെയിനായിട്ട് KCBയുടെ പരിധിയിൽ, അതായത് ഹൈഡ്രോ പവർ പ്രോജക്ട്സ് ഓൺഡ് ബൈ KCBയുടെ പരിധിയിൽ 14 ഉണ്ട് മെയിനായിട്ട്. ഏതാണ്? 14. പ്രധാനപ്പെട്ട എല്ലാം KCBയുടെ കീഴിൽ വരുന്നത് തന്നെയാണ്. ശബരിഗിരി, കുറ്റ്യാടി, ഇടമലയാർ, പെരിങ്ങൽകുത്ത്, ഇടുക്കി, കക്കാട്, കല്ലട, ലോവർ പെരിയാർ, നേര്യമംഗലം, പള്ളിവാസൽ, പന്നിയാർ, ചെങ്കുളം, ഷോളയാർ, മലങ്കര പദ്ധതി, ഇതെല്ലാം നമ്മുടെ KCBയുടെ കീഴിൽ വരുന്ന പദ്ധതി തന്നെയാണ്. ക്ലിയർ അല്ലേ? തീർന്നില്ല. ഫസ്റ്റ് വിൻഡ് പവർ ജനറേറ്റിംഗ് സ്റ്റേഷൻ, അതായത് ആദ്യത്തെ കാറ്റാടി ഫാം, KCBയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ആദ്യത്തെ കാറ്റാടി ഫാം നമ്മുടെ പാലക്കാട് കഞ്ചിക്കോട്. മറക്കരുത്, KCBയുടെ കീഴിൽ വരുന്ന ആദ്യത്തെ കാറ്റാടി ഫാം എവിടെ തന്നെയാണ്? പാലക്കാട് കഞ്ചിക്കോട് കാറ്റാടി ഫാം തന്നെയാണ്. ഇനി KCRC നേരത്തെ ഞാൻ എടുത്തു പറഞ്ഞു, കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ 2002 വെള്ളയമ്പലം ആസ്ഥാനമായി തിരുവനന്തപുരത്ത് വരുന്നു. എന്താണ് ഇവർ KCRCക്ക് 3 മെമ്പേഴ്സാണ്. ചെയർമാൻ ഉൾപ്പെടെ 3 മെമ്പേഴ്സാണ് ഇവരിയ്ക്കുന്നത്. അതായത് ഒരു ചെയർമാനിരിക്കും, അപ്പുറത്തും ഇപ്പുറത്തും 2 മെമ്പേഴ്സും ഉണ്ട്. ചെയർമാൻ, ഇവിടുത്തെ KCRCയുടെ ചെയർമാൻ TK ജോസും അദ്ദേഹത്തിൻ്റെ കൂടെ ഇരിക്കുന്ന 2 മെമ്പേഴ്സാണ് അഡ്വക്കേറ്റ് AJ വിൽസണും B പ്രദീപുമാണ്. അഡ്വക്കേറ്റ് AJ വിൽസണും B പ്രദീപുമാണ് 2 മെമ്പേഴ്സ്. KCRCക്ക് ആകെ 3 അംഗങ്ങൾ. KCRCയിലെ അംഗങ്ങളുടെ എണ്ണം 3. ചെയർമാൻ ഉൾപ്പെടെ 3 അംഗങ്ങൾ. ചെയർമാൻ TK ജോസും മറ്റംഗങ്ങൾ അഡ്വക്കേറ്റ് AJ വിൽസണും B പ്രദീപുമാണ്. ക്ലിയർ അല്ലേ? ഇനി എന്താണ് ഇവർ വേറെ ഒന്നുമല്ല. ഇങ്ങനെ ഓർത്താൽ മതി. നമുക്ക് ഇപ്പോൾ വൈദ്യുതിപരമായിട്ട് ലൈസൻസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിനാണ്, അല്ലെങ്കിൽ നമ്മൾ ട്രാൻസ്മിഷൻ ലൈസൻസിൻ്റെ ട്രാൻസ്മിഷൻ, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലൈസൻസ്, ഇലക്ട്രിസിറ്റി ട്രേഡേഴ്സിന് നമ്മൾ കൊടുക്കുമല്ലോ മറ്റു സ്റ്റേറ്റിനൊക്കെ. അപ്പോൾ അതൊക്കെ ഇത് കൈകാര്യം ചെയ്യുന്ന നമ്മുടെ ഇവരാണ്, KCRC ആണ്. ഇവർ വെറുതെ കൈകാര്യം ചെയ്യൂല, ഇലക്ട്രിസിറ്റി ആക്ട് പ്രകാരം തന്നെയാണ് പ്രൊവൈഡിങ് അഡ്വൈസ് ദ സ്റ്റേറ്റ് ഗവൺമെൻറ്. അതായത് നമുക്കിപ്പോൾ ഗവൺമെൻറ്റിന് തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട തീരുമാനങ്ങൾ, ഇപ്പം നമുക്കിപ്പം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും നമുക്ക് ഇലക്ട്രിസിറ്റി കടമെടുക്കാം, അല്ലെങ്കിൽ നമ്മുടേത് കറണ്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ കൊടുക്കാം. അപ്പോൾ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഗവൺമെൻറ്റിന് ഇവരുടെ അടുത്ത് അഭിപ്രായം ചോദിച്ചിട്ടേ തീരുമാനം തന്നെ എടുക്കാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് ലൈസൻസ്, ഇലക്ട്രിസിറ്റി അപ്രൂവ് ചെയ്യുന്ന ലൈസൻസ് കൊടുക്കുന്നതും, അതുപോലെ തന്നെ വലിയ വലിയ ട്രേഡേഴ്സിനൊക്കെ ഇലക്ട്രിസിറ്റി ലൈസൻസ് കൊടുക്കുന്നതും എല്ലാം ഏതാണ് ഇഷ്യൂ ചെയ്യുന്നതും ഇതെല്ലാം നമ്മുടെ KCRC എന്ന സ്ഥാപനമാണ്. മറന്നേ പോകരുത്. ഇവരിങ്ങനെ വൈദ്യുതിയെല്ലാം വിതരണം ചെയ്യുന്നതിനും അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ നമ്മുടെ മറ്റ് സംസ്ഥാനങ്ങളിലും നമ്മുടെ അകത്ത് നമ്മുടെ സംസ്ഥാനങ്ങളിലൊക്കെ എന്താണ് ട്രാൻസ്മിഷൻ ആൻഡ് ദ ട്രാൻസ്മിഷൻ വിത്തിൻ ദ സ്റ്റേറ്റ് വെദർ ദ ഹോൾ സെയിൽ ഓർ റീറ്റെയിൽ, അതായത് വൈദ്യുതി നമ്മൾ പറയില്ലേ മൊത്തമായിട്ട് കടം കൊടുക്കാനും വാങ്ങാനുമല്ലേ വൈദ്യുതി ട്രാൻസ്മിഷൻ, ഡിറ്റർമിനിങ് ഇലക്ട്രിസിറ്റി താരിഫ്, ഒരു താരിഫ്, നിശ്ചിത താരിഫ് ഇവർ കണക്കാക്കിയിട്ടുണ്ട്. അതനുസരിച്ചാണ് ഇവർ നമ്മുടെ ഇതിനെല്ലാം അംഗീകാരം കൊടുക്കുന്നതും അപ്രൂവൽ കൊടുക്കുന്നതും. ഇതിനെല്ലാം ഇവരൊരു ഫീസ് എടുത്തു വച്ചിട്ടുണ്ട്. ഇതെല്ലാം ഫീസ് തീരുമാനിക്കുന്നതെല്ലാം ഇത്ര കഴിഞ്ഞാൽ ഇത്ര ഫീസ് എന്നിവർ നിശ്ചിതമായിട്ട് ഒരു ഇലക്ട്രിസിറ്റി താരിഫിൻ്റെ അടിസ്ഥാനത്തിലാണ് കൊടുക്കുന്നത്. ഇതെല്ലാം കൊടുക്കുന്നത് ഇലക്ട്രിസിറ്റി ആക്ട് പ്രകാരമാണ്. 2003 ഇലക്ട്രിസിറ്റി ആക്ട് പ്രകാരം തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത്. നമ്മുടെ ഇന്ത്യയിലായാലും നമ്മുടെ സ്റ്റേറ്റ്, ഇൻട്രാ സ്റ്റേറ്റ് ആയാലും ഇൻ്റർ സ്റ്റേറ്റ് ആയാലും ഇൻട്രാ സ്റ്റേറ്റ് ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ ഇൻ്റർ സ്റ്റേറ്റ് ട്രാൻസ്മിഷൻ ഇതെല്ലാം നമ്മുടെ കറണ്ട് പരമായിട്ട് ഇലക്ട്രിസിറ്റി പരമായിട്ട് വിതരണം എല്ലാം
നമ്മുടെ ആരുടെ കടമയാണെന്ന് ചോദിച്ചാൽ KCRC ആണ് അതിൻ്റെ പ്രധാനപ്പെട്ട ചുമതല ഏറ്റെടുക്കുന്നത്. ക്ലിയർ അല്ലേ? നമ്മുടെ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ മിനിസ്ട്രിക്ക് അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ മന്ത്രിസഭ ഇവരുമായിട്ട് ഡിസ്കസ് ചെയ്യാതെ തീരുമാനം എടുക്കാൻ പറ്റില്ല. ക്ലിയർ അല്ലേ? ഇനി ലാർജ് ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്ട്സ് നമ്മൾ 3ആയിട്ട് തിരിച്ചെന്ന് പറഞ്ഞില്ലേ, അതിൽ ഏറ്റവും വൻകിട പദ്ധതികൾ. ലാർജ് ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്ട്സ് എന്ന് കേൾക്കുമ്പോഴേ അറിയാം എന്താണ് വലിയ തോതിൽ കറണ്ട് ഉണ്ടാക്കും. ആ പേര് തന്നെയുണ്ട് കേട്ടോ. പ്രോജക്ട്സ് ദാറ്റ് എയിം അറ്റ് ദ ഇലക്ട്രിസിറ്റി ജനറേഷൻ ആൻഡ് ജനറേറ്റ് മോർ മെഗാവാട്ട്. ഏറ്റവും കൂടുതൽ മെഗാവാട്ട് വൈദ്യുതി അല്ലേ, വൻകിട വൈദ്യുത പദ്ധതികളാണ് ഏതിൽ വരുന്നത്? ലാർജ് സ്കെയിലിൽ വരുന്നത് എല്ലാം. എക്സാമ്പിൾ ഇപ്പോൾ ഇടുക്കി ഏറ്റവും വലിയ പദ്ധതിയാണല്ലോ. ഇപ്പോൾ ഇടുക്കി ഡാം, ഇടുക്കി, കുറ്റ്യാടി, പള്ളിവാസൽ പദ്ധതി, ചെങ്കുളം, ശബരിഗിരി ഇതെല്ലാം ലാർജ് ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റിന് വേണ്ടി പ്രവർത്തിക്കുന്നത് തന്നെയാണ്. മറന്നേ പോകരുത്. സ്മോൾ എന്ന് പറയുമ്പോഴേ ചെറിയ പദ്ധതികളാണ്, ചെറുകിട പദ്ധതികൾ. അപ്പോൾ ചെറിയ തോതിൽ കറണ്ട് ഉണ്ടാക്കുന്നവയായിരിക്കും ചെറുകിട പദ്ധതികൾ എന്ന് പറയുന്നത്. സ്മോൾ സ്കെയിൽ പ്രോജക്റ്റിൽ വരുന്നത് എന്തായിരിക്കും? അവ അതിൽ ഇറിഗേഷൻ പ്രോജക്റ്റുകൾ. സ്മോൾ സ്കെയിൽ എന്ന് പറയുമ്പോൾ അവർക്കൊരു പ്രത്യേകതയുണ്ട്. എന്തെന്നറിയാമോ? ചെറുകിട പദ്ധതികളായിരിക്കും ചെറിയ തോതിൽ കറണ്ട് ഉണ്ടാക്കുന്നത് മാത്രമല്ല, അവ ജലസേചനവുമായിട്ട് ബന്ധമുള്ളതാണ്. അതായത് ജലസേചനവും കൂടി ചേരുന്നതാണ്. അവരെ പ്രത്യേകത എന്ന് പറയുന്നത് സ്മോൾ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്ട്സ് പ്രോജക്ട്സ് ദാറ്റ് ജനറേറ്റ് ഇലക്ട്രിസിറ്റി ഓൺ എ സ്മോൾ സ്കെയിൽ തന്നെയാണ്, പക്ഷേ ആൻഡ് ഓപ്പറേറ്റ് ആസ് ഹൈഡ്രോ പവർ പ്രോജക്ട്സ് അലോങ് വിത്ത് ഇറിഗേഷൻ പ്രോജക്റ്റ്. അതാണ് ജലസേചന പദ്ധതികളും കൂടെ ചേരുന്നത് തന്നെയാണ് സ്മോൾ സ്കെയിലിൽ വരുന്നത്. ക്ലിയർ അല്ലേ? മറന്നേപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ പേപ്പാറ ചെറുകിട പദ്ധതിയുമാണ്, ജലസേചന പദ്ധതിയുമാണ്. കല്ലട ചെറുകിട പദ്ധതിയുമാണ്, ജലസേചന പദ്ധതിയുമാണ്. അതായത് സ്മോൾ സ്കെയിൽ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റിലും വരുന്നുണ്ട്. പക്ഷേ കല്ലട കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതിയല്ലേ, അപ്പോൾ ഇറിഗേഷൻ പ്രോജക്റ്റുമായിട്ട് ബന്ധമുണ്ടെന്ന് ഓർക്കുക. മലമ്പുഴ ഏറ്റവും വലിയ ഡാമാണ്, പക്ഷേ സ്മോൾ സ്കെയിൽ പദ്ധതിയിൽ വരുന്നതാണ്. അതും ജലസേചനത്തിലും കൂടെ വരുന്നതാണ് മലമ്പുഴ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇനി എന്താണ് പ്രൈവറ്റ് ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ്? സ്വകാര്യ പദ്ധതികൾ എന്ന് പറയുമ്പോൾ പ്രൈവറ്റായിട്ട് പ്രവർത്തിക്കുന്നതായിരിക്കും, പക്ഷേ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയുടെ അളവിൽ അധികാരം ആർക്കാണ്? KCBക്കാണ്. KCB അറിയാതെ അവിടെ ഒന്നും നടക്കില്ല. സ്വകാര്യമാണ്, പക്ഷേ എംപവേർഡ് ഓൺലി ഓൺ ദ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി ജനറേറ്റഡ്സ്. ആരുടെ അണ്ടറിലാണ്? KCBയുടെ. സ്കീംസ് വെയർ KCB ഈസ് എംപവേർഡ് ഓൺലി ഓൺ ദ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി ജനറേറ്റഡ്. KCBയുടെ കീഴിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ഉദാഹരണം പ്രൈവറ്റ് മണിയാർ, ആദ്യത്തെ സ്വകാര്യ പദ്ധതിയാണ് മണിയാർ, പത്തനംതിട്ട ജില്ലയിലിരിക്കുന്ന മണിയാർ. അതുപോലെ തന്നെ ഏറ്റവും വലിയ സ്വകാര്യ പദ്ധതിയാണ് കുത്തുങ്കൽ, ഇടുക്കി ജില്ലയിലിരിക്കുന്ന കുത്തുങ്കൽ. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ഓരോ പദ്ധതിയായിട്ട് നോക്കാം. ഇമ്പോർട്ടൻ്റ് ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റുകളാണ് നമ്മൾ പഠിക്കുന്നത്. ഫസ്റ്റ്, കേരളത്തിൽ ആദ്യം വന്ന പള്ളിവാസൽ. നമുക്ക് പള്ളിവാസലിനെ കുറിച്ച് കുറച്ച് പറഞ്ഞിട്ട് നിങ്ങൾ നോക്കാം. അതായത് പള്ളിവാസൽ എന്ന് കേൾക്കുമ്പോൾ കേരളത്തിലെ ആദ്യത്തെ പദ്ധതിയല്ലേ പള്ളിവാസൽ? ശരിയല്ലേ? 1940 വന്ന, ഇടുക്കി ജില്ലയിൽ വന്ന, ദേവികുളം താലൂക്കിൽ വന്ന, പള്ളിവാസൽ എന്ന വില്ലേജിൽ വന്ന, ചിത്തിരപുരം എന്ന കറക്റ്റ് സ്ഥലത്ത് വന്ന കേരളത്തിലെ ആദ്യത്തെ പദ്ധതി. തിരുവിതാംകൂർ സർക്കാർ ഉടമസ്ഥതയിൽ നിലവിൽ വന്ന ആദ്യത്തെ പദ്ധതി അല്ലേ? അതുമാത്രമല്ല, കേരളത്തിലെ ആദ്യത്തെ, തിരുവിതാംകൂർ സർക്കാർ ഉടമസ്ഥതയിൽ നിർമ്മിച്ച ആദ്യത്തെ, പൊതുമേഖലയിൽ നിർമ്മിച്ച ആദ്യത്തെ. ഈ പദ്ധതി മുതിരമ്പുഴ എന്ന് എല്ലാ കുട്ടികൾക്കും അറിയാം. കേരളത്തിൽ മുതിരമ്പുഴ പെരിയാറിൻ്റെ പോഷക നദിയായ മുതിരമ്പുഴയിൽ തന്നെയാണ് പള്ളിവാസൽ ഇരിക്കുന്നത്. പക്ഷേ 40 വന്ന പള്ളിവാസൽ 2 ഘട്ടമായിട്ടാണ് പ്രവർത്തനം ആരംഭിച്ചത്. പണി പൂർത്തിയാക്കുന്നതേ 2 ഘട്ടമാണ്. 40 തുടങ്ങിയെങ്കിലും ഈ 40 ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് ശ്രീ ചിത്ര തിരുനാളിൻ്റെ കാലത്താണ്. പക്ഷേ അദ്ദേഹമല്ല ഉദ്ഘാടനം. 1940 അദ്ദേഹത്തിൻ്റെ ദിവാൻ സർ CP രാമസ്വാമി അയ്യറാണ് പള്ളിവാസൽ എന്ന പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്നത്. 2 ഘട്ടങ്ങളിലായിട്ട് പദ്ധതി തുടങ്ങിയതാണ്. ഇതിൻ്റെ ആദ്യ ഘട്ടം എന്ന് പറയുന്നത് തന്നെ പള്ളിവാസൽ തുടങ്ങിയ സമയത്ത് ആദ്യം ചെറിയ തോതിൽ കറണ്ട് തുടങ്ങിയതാണ്. നമ്മൾ പറഞ്ഞു പള്ളിവാസൽ ഈസ് ദ ഫസ്റ്റ് ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് ബിൽറ്റ് ഇൻ ദ പബ്ലിക് സെക്ടർ, പറഞ്ഞില്ലേ? അതായത് പൊതുമേഖലയിൽ നിർമ്മിച്ച ആദ്യത്തെ പദ്ധതി നമ്മൾ പറഞ്ഞു. ആരുടെ? സർക്കാരിൻ്റെ ഉടമസ്ഥത. ഇതൊക്കെ നമ്മൾ പറഞ്ഞു. ക്ലിയർ അല്ലേ? വേറൊരു പ്രത്യേകതയുണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ 4ാമത്തവനാണിവൻ. പള്ളിവാസലാണ് കേരളത്തിലെ ഏറ്റവും വലിയ 4ാമത്തെ പദ്ധതി. കേരളത്തിലെ ഏറ്റവും വലിയ പദ്ധതി ഏതാണ്? ഇടുക്കി എന്ന വലിയ പദ്ധതി കഴിഞ്ഞാൽ 2ാം സ്ഥാനം ശബരിഗിരി.
ശബരിഗിരി കഴിഞ്ഞാൽ 3-ാം സ്ഥാനം കുറ്റ്യാടി. കുറ്റ്യാടി കഴിഞ്ഞാൽ 4-ാമത്തവനാണ് പള്ളിവാസൽ. ഇന്ന് പള്ളിവാസൽ വൈദ്യുത പദ്ധതി എത്ര കറണ്ടാണ് എടുക്കുന്നത് പെർ ഡേ? 37.5 മെഗാവാട്ട് വൈദ്യുതിയാണ് ഒരു ദിവസം കപ്പാസിറ്റി. ഇറ്റ് ജനറേറ്റ്സ് 37.5 മെഗാവാട്ട് ഓഫ് ഇലക്ട്രിസിറ്റി. അതായത് ഇതിന് 3 റിസർവോയറിൽ നിന്നാണ് വെള്ളം എടുത്താണ് കറണ്ട് ഉണ്ടാക്കുന്നത്. 3 റിസർവോയർ, 3 ജലസംഭരണിയിൽ നിന്നാണ് പള്ളിവാസലത്തേക്ക് വേണ്ടി കറണ്ട് എടുക്കുന്നത്. 37.5 കറണ്ട് അല്ലേ എടുക്കുന്നതെന്ന് പറഞ്ഞ് ആദ്യകാലത്ത് ഇത് പ്രവർത്തിച്ചു തുടങ്ങിയ സമയത്ത്, അതായത് 5 മെഗാവാട്ട് വെച്ച് 3 യൂണിറ്റ് 3 ടർബൈൻ കറക്കി. ആ 5 മെഗാവാട്ട് വെച്ച് 3 ടർബൈൻ എന്ന് പറയുമ്പോൾ 15 മെഗാവാട്ട് കറണ്ട്. ഇത് ആദ്യകാലത്ത് എടുത്തിരുന്നത് രാമസ്വാമി അയ്യർ ഹെഡ് വർക്ക്സ് ഡാമിലെ വെള്ളമാണ്. അതായത് ദ പ്രോജക്റ്റ് വാസ് ഓപ്പറേറ്റഡ് യൂസിങ് വാട്ടർ ഫ്രം ദ രാമസ്വാമി അയ്യർ ഹെഡ് വർക്ക്സ് ഡാം. ആദ്യകാലത്ത് ഏത് ജലസംഭരണിയിലെ ജലം ഉപയോഗിച്ചാണ് പള്ളിവാസൽ എന്ന പദ്ധതി പ്രവർത്തിച്ചിരുന്നതെന്ന് ചോദിച്ചാൽ അത് രാമസ്വാമി അയ്യർ ഹെഡ് വർക്ക്സ് ഡാമിലെ വെള്ളമാണ്. അതിനുശേഷം 2ാം ഘട്ടമായപ്പോൾ പള്ളിവാസലിന് വേണ്ടി 2 ഡാമുകളാണ് കൂട്ടിച്ചേർത്തത്. പള്ളിവാസലിന് വേണ്ടി 2 അണക്കെട്ടുകൾ കൂട്ടിച്ചേർത്തു. ആ അണക്കെട്ടുകളാണ്, ഒന്ന് കുണ്ടള എന്ന് വിളിക്കുന്ന സേതു പാർവതി ഡാം, കുണ്ടള എന്ന് വിളിക്കുന്ന സേതു പാർവതി ഡാമും 2 മാട്ടുപ്പെട്ടി ഡാമും. ഇന്ത്യയിലെ ആദ്യത്തെ കോൺക്രീറ്റ് അണക്കെട്ടല്ലേ മാട്ടുപ്പെട്ടി? ആ മാട്ടുപ്പെട്ടി അണക്കെട്ട് ആർക്ക് വേണ്ടി വന്നവനാണ്? പള്ളിവാസൽ. പള്ളിവാസൽ പദ്ധതിക്ക് വേണ്ടി കൂട്ടിച്ചേർത്ത കേരളത്തിലെ 2 അണക്കെട്ടുകൾ ഏവ? കുണ്ടള ഡാം എന്ന് വിളിക്കുന്ന സേതു പാർവതി ഡാമും മാട്ടുപ്പെട്ടി ഡാമുമാണ്. മറക്കേ ചെയ്യരുത്. ക്ലിയർ അല്ലേ? ഇനി അപ്പോൾ ഈ മാട്ടുപ്പെട്ടി 1954 വന്നു എന്ന് ഞാൻ പറഞ്ഞു. കറക്റ്റ് ഈ നമ്മുടെ പള്ളിവാസൽ കിടക്കുന്നത് എവിടെയാണ്? ഇടുക്കി ജില്ല എന്ന് പറഞ്ഞു, ദേവികുളം താലൂക്ക് എന്ന് പറഞ്ഞു, പള്ളിവാസൽ വില്ലേജിൽ എന്ന് പറഞ്ഞു, ഇടുക്കി ഡിസ്ട്രിക്ട് പള്ളിവാസൽ ചിത്തിരപുരം എന്ന ലൊക്കേഷൻ അവിടെയാണ് കിടക്കുന്നത്. നമ്മുടെ കേരളത്തിൽ ആദ്യമായിട്ട് നിർമ്മിച്ച പദ്ധതിയല്ലേ, വൈദ്യുത പദ്ധതിയല്ലേ പള്ളിവാസൽ? സർക്കാരിൻ്റെ ഉടമസ്ഥതയിൽ ആണ്, തിരുവിതാംകൂർ സർക്കാരിൻ്റെ ഉടമസ്ഥതയിൽ. എന്നാൽ സ്വന്തം ആവശ്യത്തിന് വേണ്ടി, സ്വകാര്യ ആവശ്യത്തിന് വേണ്ടി, പ്രൈവറ്റ് പർപ്പസിന് വേണ്ടി പള്ളിവാസലിൽ കറണ്ട് എടുത്തിട്ടുണ്ട്. സ്വകാര്യ ആവശ്യത്തിന് വേണ്ടി പള്ളിവാസലിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചു ആര്? കണ്ണൻ ദേവൻ കമ്പനിക്കാരാണ്. കണ്ണൻ ദേവൻ 1900 നമ്മുടെ പദ്ധതി എന്നാ വന്ന 1940 40 വർഷം മുമ്പ് 1900 സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി കറണ്ട് പള്ളിവാസൽ എടുത്ത ആൾക്കാരാണ് കണ്ണൻ ദേവൻ. ആരാണ്? കണ്ണൻ ദേവൻ. ഇനി നമ്മൾ ഈ പള്ളിവാസലിന് വേണ്ടി മൊത്തം 3 ജലസംഭരണിയിൽ നിന്നാണ് ഇപ്പോൾ വെള്ളം എടുക്കുന്നതെന്ന് പറഞ്ഞല്ലോ. മാട്ടുപ്പെട്ടി ഡാം ഇതിന് വേണ്ടി വന്നതാണെന്ന് പറഞ്ഞില്ലേ? ഇന്ത്യയിലെ ആദ്യത്തെ കോൺക്രീറ്റ് ഡാം 1954 കെട്ടുന്നത്. 1954. ഇതെല്ലാം ഇരിക്കുന്നത് മുതിരമ്പുഴ ഇടുക്കി ഡിസ്ട്രിക്റ്റ് മൂന്നാർ ഭാഗം. മുതിരമ്പുഴയിൽ തന്നെയാണ് നമ്മുടെ പെരിയാറിൻ്റെ പോഷക നദിയായ മുതിരമ്പുഴയായിട്ടാണ് ഇതെല്ലാം ബന്ധം. ഓർക്കുക. ക്ലിയർ അല്ലേ? ഇത് 1954 പണി പൂർത്തിയായി. അങ്ങനെ പള്ളിവാസൽ 2 ഘട്ടം പണി പൂർത്തിയായി. അങ്ങനെ കേരളത്തിൽ 2ാമത്തവൻ വരുന്നു. ആര്? ചെങ്കുളം. കേരളത്തിലെ 2ാമത്തെ വൈദ്യുത പദ്ധതി ഏതെന്ന് ചോദിച്ചാൽ ചെങ്കുളം പവർ സ്റ്റേഷനാണ്. ചെങ്കുളം പവർ സ്റ്റേഷൻ കേരളത്തിൽ 2ാമത്തത്. അപ്പോൾ എന്നായിരിക്കും? 54 നമ്മുടെ 40 തുടങ്ങിയ പള്ളിവാസൽ എന്നാണ് തീരുന്നത്? 54. അപ്പോൾ 54 2ാമത്തവന് വരാൻ പറ്റുള്ളൂ. 1954 ചെങ്കുളം വരുന്നു. ഇടുക്കി ജില്ല തന്നെയാണ്. പള്ളിവാസൽ പ്രോജക്റ്റിൽ നിന്ന് ഈ ചെങ്കുളം വന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? ഒറ്റ ഉദ്ദേശം, പള്ളിവാസലിൽ നിന്നും പുറന്തള്ളുന്ന ജലം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന കേരളത്തിലെ ദ ഓൺലി വൺ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ്, അതാണ് ചെങ്കുളം. ചെങ്കുളം ഇടുക്കി ജില്ല വെള്ളത്തൂവൽ എന്ന പഞ്ചായത്തിലൊക്കെയാണ് ഇരിക്കുന്നത്. പക്ഷേ ഇവൻ്റെ പ്രത്യേകത ഒറ്റ പോയിന്റ് മനസ്സിലിട്ടാൽ മതി. നമ്മുടെ പള്ളിവാസലിൽ നിന്നും പുറന്തള്ളുന്ന ജലം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ജലവൈദ്യുത പദ്ധതി ഏത്? അതാണ് നമ്മുടെ ചെങ്കുളം എന്ന് പറയുന്നത്. ചെങ്കുളം എന്ന് പറയുന്നത് ഈസ് ദ സെക്കൻഡ് ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് ഇൻ കേരള. ഞാൻ പറഞ്ഞു, കേരളത്തിലെ 2ാമത്തെ ജലവൈദ്യുത പദ്ധതിയാണ് ചെങ്കുളം എന്ന് പറയുന്നത്. എവിടെ ഇരിക്കുന്നു? മുതിരമ്പുഴ തന്നെയാണ്. ചെങ്കുളം അണക്കെട്ടും എല്ലാം പ്രോജക്റ്റും എല്ലാം മുതിരമ്പുഴ. ഇരിക്കുന്നത് ഇടുക്കി ജില്ല, കറക്റ്റ് വെള്ളത്തൂവൽ എന്ന സ്ഥലത്താണ്. വെള്ളത്തൂവൽ പഞ്ചായത്തിലാണ് ഇരിക്കുന്നത്. 50.8 കണ്ടോ? ശ്രദ്ധിച്ച് കേട്ടോണം.
വൻകിട പദ്ധതികളിൽ പ്രധാനപ്പെട്ട പള്ളിവാസൽ പോലും 37.5 ഉള്ളൂ. പക്ഷേ ചെങ്കുളം കണ്ടോ 50.8. അതിൽ കാര്യമില്ല. ഈ 50.8 എങ്ങനെയാണ്? പള്ളിവാസൽ നിന്ന് പുറന്തള്ളുന്ന ജലം ഉപയോഗിച്ചാണേ. പള്ളിവാസൽ അങ്ങനെയല്ല. 3 ജലസംഭരണിയിൽ നിന്ന് ഡയറക്റ്റ് വെള്ളമെടുത്താണ് കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നത്. അതുകൊണ്ട് വൻകിട പദ്ധതിയിൽ പള്ളിവാസൽ കഴിഞ്ഞിട്ട് തന്നെയാണ് ചെങ്കുളത്തിന് ക്യാൻസർ കൊടുക്കുകയുള്ളൂ. അപ്പോൾ പിള്ളേർ ചിന്തിക്കും, പള്ളിവാസൽ 37 ഉള്ളൂ, ചെങ്കുളം 50.8 ഉണ്ടല്ലോ, പിന്നെ എന്തുകൊണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ 4ാമത്തെ പദ്ധതിയിൽ പള്ളിവാസൽ വന്നു, ചെങ്കുളം എന്തുകൊണ്ട് പറഞ്ഞില്ല? കാരണം ചെങ്കുളത്തിന് കറക്റ്റ് 3 ഡാം ചെങ്കുളത്തിന് വേണ്ടിയുണ്ട്. നമ്മൾ പറഞ്ഞില്ലേ 3 ജലസംഭരണി ഉണ്ടെന്ന്. രാമസ്വാമി അയ്യർ ഹെഡ് വർക്സ് ഡാമിലെ വെള്ളം പറഞ്ഞു. 2 ഡാം പള്ളിവാസലിന് വേണ്ടി കൂട്ടിച്ചേർത്തു എന്ന് പറഞ്ഞു. കുണ്ടളയും മാട്ടുപ്പെട്ടിയും ഇതെല്ലാം പറഞ്ഞില്ലേ നമ്മൾ. പക്ഷേ എന്നാൽ ചെങ്കുളത്തിന് കണ്ടോ, ചെങ്കുളം അണക്കെട്ട് പള്ളിവാസലിനെയാണ് ആ ചെങ്കുളം ആശ്രയിക്കുന്നത്. കണ്ടോ? അതുകൊണ്ടാണ് അവൻ വലിയ പദ്ധതിയിൽ വരാത്തത്. കാരണം പള്ളിവാസലിനെ ആശ്രയിച്ചാണ് അവൻ എടുക്കുന്നത്. 50.8 മെഗാവാട്ട് വൈദ്യുതിയാണ് ചെങ്കുളത്ത് ഉൽപ്പാദിപ്പിക്കുന്ന കറണ്ടെന്ന് പറയുന്നത്. 4 യൂണിറ്റ് ആയിട്ടാണ്. 12.7 മെഗാവാട്ട് വെച്ച് 4 യൂണിറ്റ്, 12.7 മെഗാവാട്ട് വെച്ച് 4 ടർബൈനാണ് ചെങ്കുളത്ത് കറക്കുന്നത്. ക്ലിയർ അല്ലേ? അടുത്തത് ഏറ്റവും വലിയ പദ്ധതി ഇടുക്കി. കേരളത്തിലെ ഏറ്റവും വലിയ പദ്ധതി ഇടുക്കി ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റാണ്. ഇടുക്കി ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് പറയുമ്പം തന്നെ നമ്മുടെ മനസ്സിൽ വരണം, കേരളത്തിൽ ഇടുക്കി ജില്ല ഏറ്റവും വലിയ പദ്ധതി ഇരിക്കുന്നു ഇടുക്കിയിൽ. ഇതെന്ന് പറയുന്നത് ഏറ്റവും ലാർജസ്റ്റ് ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് എന്നല്ലേ നമ്മൾ പഠിക്കുന്നത്. 780 മെഗാവാട്ടാണ് പെർ ഡേ, പ്രതിദിനം ഇടുക്കിയിൽ എടുക്കുന്ന കറണ്ട് 780. ഈ 780 ഒറ്റയടിക്ക് ഒരു ഡാമിൽ നിന്നല്ല എടുക്കുന്നത്. ഇടുക്കി ജലവൈദ്യുത പദ്ധതിക്ക് 3 അണക്കെട്ടുകളാണ്. ഇടുക്കി ജലവൈദ്യുത പദ്ധതിക്ക് വേണ്ടി കറണ്ട് എടുക്കുന്നത് 3 ജലസംഭരണിയിൽ നിന്നാണ്. 1 ഇടുക്കി ആർച്ച് ഡാം, 2 ചെറുതോണി, 3 കുളമാവ്. കുണ്ടള എവിടത്തേക്കാണ് നമ്മൾ എടുത്തത്? പള്ളിവാസൽ. കുണ്ടള പള്ളിവാസലത്തേക്കാണ് എടുത്തത്. ഇടുക്കിക്ക് വേണ്ടി ഇടുക്കി ആർച്ച് ഡാമും ചെറുതോണിയും കുളമാവിൽ നിന്നുമാണ് വെള്ളം എടുക്കുന്നത്. 780 എങ്ങനെ കിട്ടി? വലിയ പദ്ധതികളെല്ലാം 6 യൂണിറ്റാണ് മെയിനായിട്ട് പ്രവർത്തിക്കുന്നത്. 6 യൂണിറ്റ്. അപ്പോൾ 6 ടർബൈൻ കറങ്ങണം. അതായത് 780 അല്ലേ ടോട്ടൽ മെഗാവാട്ട്. 780 ഡിവൈഡ് ബൈ 6 നോക്കിയേ, 130 വെച്ച് 130 മെഗാവാട്ട് വെച്ച് 6 യൂണിറ്റ് പ്രവർത്തിച്ചാണ് നമുക്ക് 780 ഇടുക്കിക്ക് വേണ്ടി എടുക്കുന്നത്. ഏത് രാജ്യത്തിൻ്റെ സഹായം വേണം നമുക്ക്? കാനഡ. ഇടുക്കിക്ക് വേണ്ടി സഹായിച്ച രാജ്യം വേറെ ആരുമല്ല, കാനഡയാണ്. ഇടുക്കി ജലവൈദ്യുത പദ്ധതി എന്നാണ് വരുന്നത്? എല്ലാ കുട്ടികൾക്കും സംശയവും. യഥാർത്ഥത്തിൽ ഇടുക്കി ജലവൈദ്യുത പദ്ധതി 1975 ഒക്ടോബർ 4 ടെക്നിക്കലി പ്രവർത്തനം ആരംഭിച്ചു. ഇടുക്കി ജലവൈദ്യുത പദ്ധതി സ്റ്റാർട്ട് ചെയ്ത വർഷവും അല്ലെങ്കിൽ നിലവിൽ വന്ന വർഷവും അല്ലെങ്കിൽ കറണ്ട് ഉൽപ്പാദിപ്പിച്ച വർഷവും എല്ലാം 1975 ഒക്ടോബർ 4. പക്ഷേ 1975 ഒക്ടോബർ 4 നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നത് ഇന്ദിരാഗാന്ധി. ആ സമയത്ത് വന്ന് ഉദ്ഘാടനം ചെയ്യേണ്ട പദ്ധതിയായിരുന്നു. ഇന്ദിരാഗാന്ധി 1975 ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്ന സമയമാണ് ഇന്ത്യയിൽ. അപ്പോൾ അത് തുടർന്ന് അവർക്ക് ഉദ്ഘാടനം ചെയ്യാൻ വരാൻ പറ്റിയില്ല. അവരെന്ന് വന്നു? 1976 ഫെബ്രുവരി 12 ശ്രീമതി ഇന്ദിരാഗാന്ധി, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി അയൺ ലേഡി കേരളത്തിൽ വരുന്നത്. 1976 ഫെബ്രുവരി 12 വന്ന് ഇടുക്കി ജലവൈദ്യുത പദ്ധതി ഉദ്ഘാടനം ചെയ്തതിന് ശേഷമാണ് രാജ്യത്തിന് സമർപ്പിക്കുന്നത്. രാജ്യത്തിന് ഒരു പ്രധാനമന്ത്രി സമർപ്പിച്ച് കഴിഞ്ഞപ്പോഴാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതി വ്യാവസായിക അടിസ്ഥാനത്തിൽ വൈദ്യുതി വിതരണം ആരംഭിച്ചത്. അപ്പോൾ ചോദ്യം ശ്രദ്ധിക്കണം, ഇടുക്കി ജലവൈദ്യുത പദ്ധതി നിലവിൽ വന്നതെന്നോ ടെക്നിക്കലി പ്രവർത്തനം ആരംഭിച്ചതെന്നോ അല്ലെങ്കിൽ ഇടുക്കിയുടെ പവർ സ്റ്റേഷനിൽ മൂലമറ്റം, ഇടുക്കിയുടെ പവർ സ്റ്റേഷൻ എവിടെയാണ്? മൂലമറ്റം, അവിടെ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചതെന്നോ ചോദിച്ചാൽ ആദ്യം തുടങ്ങിയ വർഷം 1975 1975 ഒക്ടോബർ 4 തന്നെയാണ്. എന്നാൽ ഉദ്ഘാടനം ഇനോഗ്രേഷൻ 1976 ഫെബ്രുവരി 12 പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി രാജ്യത്തിന് സമർപ്പിക്കുന്നതും ഡെഡിക്കേറ്റഡ് ടു ദ നേഷൻ അതും ആര് തന്നെയാണ്? ഇന്ദിരാഗാന്ധി. 1976 ഫെബ്രുവരി 12 വ്യാവസായിക അടിസ്ഥാനത്തിൽ വൈദ്യുതി വിതരണം ആരംഭിക്കുന്നതും
കണ്ടോ, ഇറ്റ് വാസ് ഇനോഗ്രേറ്റഡ് ഓൺ ഫെബ്രുവരി 12, 1976. അന്ന് മുതലാണ് ഇലക്ട്രിസിറ്റി സപ്ലൈ ഓൺ ആൻ ഇൻഡസ്ട്രിയൽ ബേസിസ്, വ്യാവസായിക അടിസ്ഥാനത്തിൽ വൈദ്യുതി വിതരണം ആരംഭിക്കുന്നതും 76 ഫെബ്രുവരി 12 തന്നെയാണ്. 3 അണക്കെട്ടുകളാണ് ഇടുക്കിക്ക് വേണ്ടി ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു. ഏതൊക്കെയാണ്? ഇടുക്കി ആർച്ച് ഡാം, ചെറുതോണി ഡാം, കുളമാവ് ഡാം. അപ്പം നമ്മൾ ഇടുക്കി ഡാമിനെ കുറിച്ച് പറയാതെ നമുക്ക് പോകാൻ പറ്റില്ല. ഇടുക്കി ഡാം കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട്, ഏഷ്യയിലെ ആദ്യത്തെ ആർച്ച് ഡാം, ഏഷ്യയിലെ ഏറ്റവും വലിയ ആർച്ച് ഡാം, കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട്, ടോളസ്റ്റ് ഡാമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ഡാമെന്ന് ഞാൻ പറഞ്ഞില്ല. കേരളത്തിലെ ഏറ്റവും വലിയ ഡാം മലമ്പുഴയാണ്. ശ്രദ്ധിക്കണം, കേരളത്തിലെ ഏറ്റവും വലിയ ഡാം മലമ്പുഴ, പാലക്കാട്. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ടാണ് ഇടുക്കി അണക്കെട്ട് എന്ന് പറയുന്നത്. ഏഷ്യയിലെ ആദ്യത്തെ ആർച്ച് ഡാമാണ്, ഏഷ്യയിലെ ഏറ്റവും വലിയ ആർച്ച് ഡാമാണ്. കറക്റ്റ് ഇതിൻ്റെ ഏകദേശം ഉയരം 169 മീറ്റർ, 555 ഫീറ്റ്. 169 മീറ്റർ ഉയരം, ഏകദേശം 555 അടി ഉയരം. ഇത് വരുന്നതേ, ഇടുക്കി ഡാം നിർമ്മിക്കുന്നതേ 1969 ഏപ്രിൽ 30. 1969 ഏപ്രിൽ 30-നാണ് ഇടുക്കി ഡാമെ കെട്ടുന്നത്. ഇടുക്കി ഡാമിന് വേണ്ടി വഴി കാണിച്ചു കൊടുത്ത വ്യക്തി നിങ്ങൾക്കറിയാം, ഒരു ആദിവാസി, കൊലുമ്പൻ മൂപ്പൻ, ചേമ്പൻ കൊലുമ്പനാണ് ഇടുക്കിക്ക് വേണ്ടി വഴി കാണിച്ചത്. ഇടുക്കി എവിടെയാണ് ഇടുക്കി ഡാം? കുറവൻ കുറത്തി മലകൾക്കിടയിൽ. പേസ് ചോദിച്ചിട്ടില്ലേ? കുറവൻ കുറത്തി മലകൾക്കിടയിലാണ് നമ്മുടെ ഇടുക്കി ഡാം ഇരിക്കുന്നത്. ഇടുക്കി ഡാം, ഇടുക്കിയിലൂടെ ഒഴുകുന്ന നദി പെരിയാറാണ്. ഇതെല്ലാം നമുക്കറിയാം. ഇനി ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, ഈ ഇടുക്കിക്ക് വേണ്ടി നമ്മൾ പറഞ്ഞില്ലേ 3 അണക്കെട്ടിൽ നിന്ന് വെള്ളം എടുത്ത് നമ്മുടെ മൂലമറ്റത്ത് വെച്ചാണ് കറണ്ട് ഉണ്ടാക്കുന്നത്. ഇടുക്കി മൂലമറ്റം പവർ സ്റ്റേഷനിൽ വെച്ചാണ് ഏതൊക്കെ ഡാമിൽ നിന്ന്? ഇടുക്കി ആർച്ച് ഡാമിൽ നിന്ന് വെള്ളം എടുക്കും, ചെറുതോണി ഡാമിൽ നിന്ന് എടുക്കും, കുളമാവ് ഡാമിൽ നിന്ന് എടുത്ത് 780 കറണ്ട് നമ്മൾ ഇടുക്കിക്ക് വേണ്ടി ഉണ്ടാക്കും. ഇങ്ങനെ ഉണ്ടാക്കി കഴിയുമ്പോൾ മിച്ചം വരുന്ന വെള്ളം ഇല്ലേ, അതായത് പുറന്തള്ളുമല്ലോ കുറച്ച് വെള്ളം, ആ ഇടുക്കിയിൽ നിന്ന് പുറന്തള്ളുന്ന ജലം ഉപയോഗിച്ച് കേരളത്തിൽ പ്രവർത്തിക്കുന്ന വൈദ്യുത പദ്ധതി മനസ്സിലാക്കിയിരിക്കുക. കാരണം കുട്ടികൾ എഴുതത്തില്ല. നേരിയ മംഗലവും ലോവർ പെരിയാർ എന്നൊക്കെ തോന്നും. ഇതൊന്നുമല്ല, മലങ്കര ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റാണ്. ഇടുക്കിയിൽ നിന്നും പുറന്തള്ളുന്ന ജലം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന കേരളത്തിലെ ജലവൈദ്യുത പദ്ധതി എന്ന് ചോദിച്ചാൽ മലങ്കര, ഇടുക്കി തൊടുപുഴയ്ക്കടുത്തുള്ള മലങ്കര. ഇത് കറക്റ്റ് ഇരിക്കുന്നത് ഇടുക്കി തൊടുപുഴയ്ക്കടുത്തുള്ള മലങ്കരയാണ്. മറക്കുകയും ചെയ്യരുത്. ഇടുക്കി ഡാം നമുക്കറിയാം, നമ്മുടെ കാനഡ ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടെയാണെന്നൊക്കെ നമുക്കറിയാം. മറന്നേ പോവരുത്. ഇടുക്കിക്ക് വേണ്ടി വഴി കാണിച്ചു കൊടുത്ത ട്രൈബൽ ലീഡർ നമ്മൾ പറഞ്ഞു കൊലുമ്പൻ മൂപ്പൻ, ചേമ്പൻ കൊലുമ്പനാണ്. ഏറ്റവും വലിയ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റാണ് ഇടുക്കി എന്ന് നമ്മൾ പറഞ്ഞു. ക്ലിയർ അല്ലേ? 1969 ഏപ്രിൽ 30-നാണ് കെട്ടിയെന്ന് ഞാൻ പറഞ്ഞു ഇടുക്കി ഡാം. ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് 1969 ഏപ്രിൽ 30. മറക്കുകയും ചെയ്യരുത്. ഇടുക്കി ഡാം കെട്ടുന്നത്, നിർമ്മിക്കുന്നത് 1969 ഏപ്രിൽ 30. 1969 കണ്ടോ, ആ 1900 മാറ്റ് 169 മീറ്റർ ഉയരമെന്ന് നമ്മൾ പറഞ്ഞില്ലേ? ഏകദേശം ഉയരം എത്രയുണ്ട്? 169 മീറ്റർ. കറക്റ്റ്. ഇതിൻ്റെ മൊത്തം ഇടുക്കി ജലവൈദ്യുത പദ്ധതി ഉൾപ്പെടെ ഡാമിൻ്റെ അകത്ത് വരുവാണ്. ഇതെല്ലാം കംപ്ലീറ്റ് ആവുന്നത് 1976-ലാണ്. മൊത്തം കംപ്ലീറ്റ്. കാരണം 75 ഒക്ടോബർ 4-ന് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചു, കറണ്ട് ഉൽപ്പാദിപ്പിച്ചു. പക്ഷേ 76-ൽ നമ്മുടെ ഇന്ദിരാഗാന്ധി വന്ന് ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കംപ്ലീറ്റ് ആവുന്നത്. 1976 ഫുൾ കംപ്ലീറ്റ് ആണ്. ഇതിൻ്റെ മാക്സിമം വാട്ടർ സ്റ്റോറേജ് കപ്പാസിറ്റി ഇടുക്കിയുടെ എത്രയാണ്? വാട്ടർ സ്റ്റോറേജ് നമ്മൾ പറയില്ലേ, ജലപരിധി വെക്കുന്ന സ്റ്റോറേജ് കപ്പാസിറ്റി ഇടുക്കി ഡാമിൻ്റെത് 2403 ഫീറ്റാണ്. അതായത് ഇടുക്കി ആർച്ച് ഡാമിൻ്റെ ശരാശരി ഉയരമാണ് നമ്മൾ പറഞ്ഞത് 169 മീറ്റർ ഉയരം. അത് 555 അടി എന്ന് നമ്മൾ പറഞ്ഞു ആ ഉയരം. എന്നാൽ മാക്സിമം വാട്ടർ സ്റ്റോറേജ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 2403 ഫീറ്റാണ്. 2403 ഫീറ്റ്. ക്ലിയർ അല്ലേ? മൂലമറ്റം നമ്മൾ എന്താ പറഞ്ഞേ? ഇടുക്കിക്ക് വേണ്ടി കറണ്ട് എടുക്കുന്നത് എവിടെ നിന്ന് വെച്ചാണ്? മൂലമറ്റം പവർ ഹൗസ്. ഇടുക്കിയിൽ തന്നെയാണ് മൂലമറ്റം. ആദ്യത്തെ ഭൂഗർഭ ജലവൈദ്യുത നിലയം, ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത നിലയം മൂലമറ്റം. കുതിരലാടത്തിൻ്റെ ആകൃതിയിലാണ് മൂലമറ്റം.
കറക്റ്റ് മൂലമറ്റം ഇരിക്കുന്നത് ഇടുക്കിയിലെ നാടുകാണി താഴ്വരയിലാണ്. നാടുകാണി താഴ്വര അവിടെയാണ് മൂലമറ്റം പവർ ഹൗസ്. നാടുകാണി മറക്കരുത്. അപ്പോൾ ആ ഇടുക്കിയിൽ മറക്കരുത് മൂലമറ്റം നമ്മൾ എന്താ പറഞ്ഞേ, ഭൂഗർഭ ജലവൈദ്യുത നിലയം, ലാർജസ്റ്റ് അണ്ടർഗ്രൗണ്ട് പവർ സ്റ്റേഷനാണ്. ലാർജസ്റ്റ് അണ്ടർഗ്രൗണ്ട് പവർ സ്റ്റേഷൻ മാത്രമല്ല, ഫസ്റ്റ് അണ്ടർഗ്രൗണ്ട് ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ ഇൻ ഇന്ത്യ, അതും മൂലമറ്റം. ഇന്ത്യയിലെ ആദ്യത്തെ ഭൂഗർഭ ജലവൈദ്യുത നിലയമാണ്. ഷേപ്പ് കുതിരലാടത്തിൻ്റെ ആകൃതിയാണ്, അതായത് ഹോഴ്സ് ബ്രീഡിൻ്റെ ആകൃതിയാണ് നമ്മുടെ ഇതിൻ്റെ മൂലമറ്റത്തിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? മൂലമറ്റത്തിൽ അതല്ലെങ്കിൽ മൂലമറ്റവുമായി ബന്ധപ്പെട്ട അണക്കെട്ടുകൾ ഏവ എന്ന് ചോദിച്ചാൽ, മൂലമറ്റത്ത് വെച്ച് ഏതൊക്കെ അണക്കെട്ടിൽ നിന്നാണ് വെള്ളം എടുക്കുന്നത്? നമ്മുടെ ഇടുക്കി ആർച്ച് ഡാം, അതുപോലെ തന്നെ ചെറുതോണി കുളമാവ്. ഇടുക്കി, ചെറുതോണി, കുളമാവ് ഓർത്തോണം. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു, ഇടുക്കിയിൽ നിന്ന് പുറന്തള്ളുന്ന ജലം മലങ്കര പദ്ധതിയിലോട്ടാണ് പോകുന്നത്. മലങ്കര ഇടുക്കി ജില്ലയിലെ തൊടുപുഴയ്ക്കടുത്താണ്, ഓർത്തോണം. ക്ലിയർ അല്ലേ? തൊടുപുഴ എന്ന് പറയുന്നത് മൂവാറ്റുപുഴയാറിൻ്റെ പോഷക നദിയാണ്. മൂവാറ്റുപുഴ 3 പുഴ സംഗമിച്ചുണ്ടാകുന്നു കൊതയാർ, കാളിയാർ, തൊടുപുഴയാർ. ആ തൊടുപുഴ ഓർക്കുക, മൂവാറ്റുപുഴയാറിൻ്റെ പോഷക നദിയാണ്. ഇനി മൂലമറ്റം പവർ സ്റ്റേഷൻ കറക്റ്റ് നാടുകാണി താഴ്വര, പണ്ട് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ മൂലമറ്റം പവർ ഹൗസിൽ നിന്നല്ലേ ഇടുക്കിക്ക് വേണ്ടി കറണ്ട് എടുക്കുന്നത്? മൂലമറ്റം പവർ ഹൗസിൽ നിന്നല്ലേ ഇടുക്കിക്ക് വേണ്ടി കറണ്ട് എടുക്കുന്നത്? അപ്പോൾ അവിടെ മൂലമറ്റത്ത് എത്ര യൂണിറ്റാണ്? 6 ടർബൈനാണ്. 6 യൂണിറ്റാണ്, അതായത് 130 വെച്ച് 6 ടർബൈൻ, അതല്ലേ 780 എന്ന് പറഞ്ഞ്. ക്ലിയർ ആണ്? മറന്നേ പോവരുത്, നമ്മളിതെല്ലാം ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ മൂലമറ്റം പവർ ഹൗസിൻ്റെ കപ്പാസിറ്റി എന്ന് ചോദിച്ചാലും ഡെയിലി എടുക്കുന്നത് 780 മെഗാവാട്ട് കറണ്ടാണ്. 700 എന്നാണ് മൂലമറ്റത്ത് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചെന്ന് ചോദിച്ചാലും 1975 ഒക്ടോബർ 4 മൂലമറ്റത്ത് കറണ്ട് ഉൽപ്പാദിപ്പിച്ചു. ഏറ്റവും വലിയ രണ്ടാമത്തെ പദ്ധതി ശബരിഗിരി. ഏറ്റവും വലിയ രണ്ടാമത്തെ പദ്ധതി ശബരിഗിരി. ആ പേര് കണ്ടോ? ശബരിമല അയ്യപ്പൻ്റെ നദി പമ്പ. പമ്പ നദിയിലിരിക്കുന്നു, പത്തനംതിട്ട ജില്ല. 1967 ഓഗസ്റ്റ് 28 ആണിത് കമ്മീഷൻ ചെയ്യുന്നത്. 1967 ശബരിഗിരി ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ്, ദ സെക്കൻഡ് ലാർജസ്റ്റ് ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് ഇൻ കേരളയാണ്. ഇത് വരുന്നതേ 1967 ഓഗസ്റ്റ് 28. അന്ന് ഇടുക്കി ഡാം പോലും കെട്ടിയിട്ടില്ല. അപ്പോൾ കണ്ടോ, ഇവനായിരുന്നു വലിയവൻ. ഇടുക്കി വന്നപ്പോഴാണ് ഇവൻ 2ാം സ്ഥാനമായി പോയത്. ശബരിഗിരി പദ്ധതി എത്ര മെഗാവാട്ടാണ്? 340. 1967 വി ഗിരി, അന്നത്തെ പ്രസിഡന്റ് ആയിരുന്ന വി ഗിരി കമ്മീഷൻ ചെയ്ത പദ്ധതിയാണ്. ഓഗസ്റ്റ് 28 1967 ഓഗസ്റ്റ് 28 കമ്മീഷൻ ബൈ വി ഗിരി. വി ഗിരി കമ്മീഷൻ ചെയ്തു 340 മെഗാവാട്ട്. 340 മെഗാവാട്ട് എങ്ങനെയാണ്? നമ്മൾ പറഞ്ഞില്ലേ വലിയ പദ്ധതിയാണെന്ന്. 6 യൂണിറ്റിലായിട്ടാണ് പ്രവർത്തിക്കുന്നത്. 55 മെഗാവാട്ട് വെച്ച് 4 യൂണിറ്റ്, അപ്പോൾ 220 കിട്ടും. ബാക്കി 120 മതിയല്ലോ. 60ന്റെ 2 കണ്ടോ? അതായത് 55 മെഗാവാട്ടിൻ്റെ 4 യൂണിറ്റുകളും 60 മെഗാവാട്ടിൻ്റെ 2 യൂണിറ്റുകളുമായി 6 യൂണിറ്റുകളിലായിട്ട് 340 മെഗാവാട്ട് കറണ്ടാണ് ഏറ്റവും വലിയ രണ്ടാമത്തെ പദ്ധതിയായി ശബരിഗിരി എടുക്കുന്നത്. ശബരിഗിരി പത്തനംതിട്ട പമ്പ മെയിൻ എന്ന് പറഞ്ഞു. പമ്പ ഡാമിൽ നിന്ന് മാത്രമല്ല, പമ്പയുടെ പോഷക നദിയായ കക്കി ഡാമിൽ നിന്നും നമ്മുടെ അടുത്താണ് കറണ്ട് എടുക്കുന്നത്. അതായത് ശബരിഗിരിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന റിസർവോയറുകൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ, ശബരിഗിരിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന അണക്കെട്ടുകൾ ഏതെന്ന് ചോദിച്ചാൽ, പമ്പ ഡാമുമുണ്ട്, കക്കി ഡാമുമുണ്ട്. പമ്പ ഡാമുമുണ്ട്, കക്കി ഡാമുമുണ്ട്. ഇതിൻ്റെ കറക്റ്റ് പവർ ഹൗസ് മൂഴിയാർ ഡാമാണ്. അതായത് ശബരിഗിരിയുടെ വെള്ളം തിരിച്ചു പോകുന്നത് മൂഴിയാറിലോട്ടാണ്. അത് പവർ ഹൗസ് ഇരിക്കുന്നത് മൂഴിയാറാണ്. ശബരിഗിരിയുടെ പവർ, കാരണം മൂഴിയാർ പമ്പയുടെ പോഷക നദിയാണ്. ഈ ശബരിഗിരി എന്ന് പറയുന്നത് ഒരു ഇൻഡോ അമേരിക്കൻ പ്രോജക്റ്റ്. അടിവരയിട്ട് പഠിക്കണം, ഇൻഡോ അമേരിക്കൻ പ്രോജക്റ്റാണ് ശബരിഗിരി. കണ്ടോ, ഇടുക്കി കാനഡയുടെ സഹായത്തോടെ എന്ന് നമ്മൾ പറഞ്ഞു. ശബരിഗിരി ഇൻഡോ അമേരിക്കൻ പദ്ധതിയാണ്. ഇൻഡോ അമേരിക്കൻ പദ്ധതിയാണ് ശബരിഗിരി. അപ്പോൾ പമ്പ ഡാമിൽ നിന്ന് വെള്ളം എടുക്കുന്നുണ്ടല്ലോ. പമ്പ ഡാം എന്ന് പറയുന്നത് ഒരു ഗ്രാവിറ്റി ഡാമാണ്. കറക്റ്റ് ഗ്രാവിറ്റി എന്ന് വെച്ചാൽ പവർ ഹൗസ്, പമ്പ ഡാമിൻ്റെ പവർ ഹൗസ് എന്ന് പറയുന്നത് മൂഴിയാർ, സീതത്തോട്, പത്തനംതിട്ട ജില്ല. ഇതെല്ലാം ഇരിക്കുന്നത് പത്തനംതിട്ട ജില്ല, റാന്നി ഫോറസ്റ്റ് ഏരിയ, റാന്നി സീതത്തോട് പഞ്ചായത്തിൻ്റെ ഭാഗമാണ് ഇതെല്ലാം വരുന്നത്. ശബരിഗിരി, പമ്പ, കക്കി ഡാം ഇതെല്ലാം പത്തനംതിട്ട ജില്ല, മറക്കരുത്, സീതത്തോട് പഞ്ചായത്ത്. അപ്പം ഈ പമ്പ ഡാമിൻ്റെ പവർ ഹൗസ് ലൊക്കേഷൻ എന്ന് ചോദിച്ചാലും മൂഴിയാറിലോട്ടാണ് വെള്ളം പോകുന്നത്. താലൂക്ക് റാന്നി എന്ന് ഞാൻ പറഞ്ഞു, റാന്നി ഫോറസ്റ്റ് ഏരിയ താലൂക്ക്. ജില്ല പത്തനംതിട്ടയാണ്. പമ്പ എന്ത് ഡാമാണ്? ഒരു ഗ്രാവിറ്റി ഡാം. അതുപോലെ തന്നെ
നമ്മൾ പറഞ്ഞു സീതത്തോട് പഞ്ചായത്ത് റാന്നി ഫോറസ്റ്റ് ഏരിയ കിടക്കുന്നു, പത്തനംതിട്ട ജില്ലയിൽ കിടക്കുന്ന പമ്പ ഡാം. അതുപോലെ തന്നെ നമ്മുടെ കക്കി ഡാം, അതായത് പമ്പയിൽ തന്നെ, പമ്പ പ്രധാന നദിയല്ലേ, പമ്പയായിട്ട് ബന്ധമല്ലേ കക്കിക്ക്. അപ്പോൾ പമ്പയിൽ തന്നെ കിടക്കുന്നവൻ തന്നെയാണ് കക്കി. പക്ഷേ കക്കി ഡാമിൻ്റെ പ്രത്യേകത, കക്കി ഡാം പത്തനംതിട്ട പമ്പ, സംശയമേ ഇല്ല, പമ്പയുടെ പോഷക നദി തന്നെയാണ് കക്കി. പക്ഷേ ഈ കക്കിയുടെ ജലനിരപ്പ് വർദ്ധിപ്പിക്കാൻ, കക്കി ഡാമിൻ്റെ ശേഷി വർദ്ധിപ്പിക്കുന്നതിന്, ജലനിരപ്പിൻ്റെ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് കക്കി ഡാമിനോട് ചേർത്ത് നിർമ്മിച്ചിരിക്കുന്ന ഒരു ഡാമുണ്ട്, സപ്പോർട്ടിംഗ് ഡാം, ഫ്ലാങ്കിങ് ഡാം എന്നൊക്കെ പറയും. ഫ്ലാങ്കിങ് മീൻസ് സപ്പോർട്ടിങ്. കക്കി ഡാമിൻ്റെ ഒരു ഫ്ലാങ്കിങ് അണക്കെട്ടെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ സപ്പോർട്ടിംഗ് ഡാം എന്ന് ചോദിച്ചാൽ, അതും പത്തനംതിട്ട സീതത്തോട് പഞ്ചായത്തിൽ തന്നെയാണ് ഇരിക്കുന്നത്, റാന്നി ഫോറസ്റ്റ് താലൂക്കിൽ തന്നെയാണ്. വേറൊന്നുമല്ല, ആനത്തോട് ഡാം. ഏതാണ്? ആനത്തോട് ഡാം. അതായത് കണ്ടോ, കക്കി ഡാം എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? പമ്പ റിവറിൽ തന്നെയാണ്. റാന്നി ഫോറസ്റ്റ് ഏരിയ എന്ന് ഞാൻ പറഞ്ഞു, പത്തനംതിട്ട ജില്ലയെന്ന് ഞാൻ പറഞ്ഞു, സീതത്തോട് പഞ്ചായത്ത് എന്ന് പറഞ്ഞു. മറന്നേ പോവരുത്. കക്കി ഡാം ടു ഇൻക്രീസ് ദ കപ്പാസിറ്റി ഓഫ് ദ റിസർവോയർ. കണ്ടോ, അതിൻ്റെ വാട്ടർ ലെവൽ വർദ്ധിപ്പിക്കാനും കപ്പാസിറ്റി നിലനിർത്താനും വേണ്ടി കക്കിയോട് ചേർന്ന് നിർമ്മിച്ചിരിക്കുന്ന അഡ്ജസെൻറ്റ് അല്ലെങ്കിൽ ഫ്ലാങ്കിങ് ഡാം എന്നാണ് പറയുന്നത് ആനത്തോട് ഡാം. ആനത്തോട് ഡാം, പത്തനംതിട്ട ജില്ല. ക്ലിയർ അല്ലേ? അതുകൊണ്ട് തന്നെ ആനത്തോടിനെ വിളിക്കുന്നത് ആനത്തോട് ഡാം ഈ സപ്പോർട്ടിംഗ് ഡാം അല്ലെങ്കിൽ ഫ്ലാങ്കിങ് അണക്കെട്ട്. എന്തിൻ്റെ? കക്കി ഡാമിൻ്റെ. എന്തിൻ്റെയാണ്? കക്കി ഡാമിൻ്റെ. എന്തിൻ്റെയാണ്? കക്കി ഡാമിൻ്റെയാണ്. മറക്കരുത്. അപ്പോൾ കക്കി ഡാമിന് സപ്പോർട്ടിംഗ് ഡാമായിട്ട് പ്രവർത്തിക്കുന്ന അണക്കെട്ട് എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഫ്ലാങ്കിങ് ഡാമായിട്ട് പ്രവർത്തിക്കുന്ന അണക്കെട്ടെന്ന് ചോദിച്ചാൽ അത് ആനത്തോട് ഡാമാണ്. ഇതാണ് ഇതെല്ലാം പത്തനംതിട്ടയിലാണ് ഇരിക്കുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇപ്പം നമ്മൾ ഈ ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചു? നമ്മൾ എന്താണ് ജലവൈദ്യുത പദ്ധതികൾ, എങ്ങനെയാണ് കറണ്ട് ഉണ്ടാക്കുന്നത്, അല്ലേ, ഏതിൻ്റെയൊക്കെ കീഴിൽ വരുന്നു. ക്ലിയർ അല്ലേ? കുറച്ച് വൈദ്യുത പദ്ധതികൾ പറഞ്ഞു, ഒരുമയും ബില്ലിംഗ് സോഫ്റ്റ്വെയർ പറഞ്ഞു, അതുപോലെ തന്നെ ലാഭപ്രഭ, ഗാർഹിക ഉപഭോക്താക്കൾക്ക് വേണ്ടിയുള്ളത്, ഇതെല്ലാം കുറിച്ച് നമ്മൾ പദ്ധതികളൊക്കെ പറഞ്ഞു, അല്ലേ. പിന്നെ നമ്മൾ കക്കി ഡാമിൻ്റെ ജലനിരപ്പ് നിയന്ത്രിക്കുന്നതിനും സ്ഥാപകശേഷി വർദ്ധിപ്പിക്കുന്നതിനുമായി കക്കിയോട് ചേർത്ത് നിർമ്മിച്ചിരിക്കുന്ന അണക്കെട്ടാണ് ഫ്ലാങ്കിങ് അണക്കെട്ട് നമ്മൾ പറഞ്ഞു, അല്ലേ. അപ്പം നമ്മൾ ഇത്രയുമാണ് ഇന്ന് പഠിച്ചത്. പ്രധാനപ്പെട്ട ഏതൊക്കെ നമ്മൾ ഇന്ന് പഠിച്ചു? ഇടുക്കി ഡാമിനെ കുറിച്ച് പറഞ്ഞു, ഇടുക്കി ജലവൈദ്യുത പദ്ധതിയെക്കുറിച്ച് പറഞ്ഞു, ആദ്യത്തെ പള്ളിവാസലിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു, പള്ളിവാസലിൽ നിന്ന് പുറന്തള്ളുന്ന ചെങ്കുളത്തിനെ കുറിച്ച് പറഞ്ഞു. മറക്കരുത്. ക്ലിയർ അല്ലേ? അപ്പം ഇത്രയും നമ്മൾ കക്കി ഡാമിനെ കുറിച്ച് പറഞ്ഞു. ഏറ്റവും വലിയ രണ്ടാമത്തെ പദ്ധതി ശബരിഗിരിയെക്കുറിച്ച് പറഞ്ഞു, പമ്പ ഡാം ഗ്രാവിറ്റി ഡാമിനെ കുറിച്ച് പറഞ്ഞു. ക്ലിയർ അല്ലേ? അപ്പോൾ എല്ലാവർക്കും നന്നായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.